ബുദ്ധൻ്റെ മരണം ബുദ്ധമതത്തിനൊരു നഷ്ടമാണ്. മഹാവീരൻ്റെ മരണം ജൈനമതത്തിനൊരു നഷ്ടമാണ്. ഗുരുനാനാക്കിൻ്റെ മരണം സിഖ് മതത്തിനൊരു നഷ്ടമാണ്. നബി മുഹമ്മദ് നബിയുടെ മരണം ഇസ്ലാം മതത്തിനൊരു നഷ്ടമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ദൈവസഭയുടെ മുതൽക്കൂട്ടാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനം അറിയിക്കുന്നു. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വർഷിപ്പ് ടീമിലൂടെ, പ്രിയ മനോജ് ബ്രദറിലൂടെ, പ്രിയ എബ്രാം പാസ്റ്ററിലൂടെ, പ്രിയ മാത്യൂസ് ബ്രദറിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം നമ്മൾ ഒന്നിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് നമ്മൾ കുറിവാക്യമായിട്ട് വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ്. എപ്പിസ്റ്റൽ ടു എഫേസ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 14, ദ ഫസ്റ്റ് പാർട്ട്. എനിക്കോ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പരസ്യ പ്രസ്താവനയാണ്. ഫോർ മീ, ഇഫ് there is anything to boast, if there is anything to be proud of, it is about the cross of my Lord and Savior Jesus Christ. എനിക്കോ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പരസ്യ പ്രസ്താവനയാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. താൻ റോമൻ പൗരനായതുകൊണ്ടല്ല, 14 ലേഖനങ്ങൾ എഴുതിയത് കൊണ്ടല്ല, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നത് കൊണ്ടല്ല, എബ്രായയിൽ നിലച്ച് എബ്രായനായതുകൊണ്ടല്ല, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനായതുകൊണ്ടല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ ദൈവിക മർമ്മങ്ങളെ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടല്ല. പിന്നെയോ, ഇഫ് ദർ ഈസ് എനിത്തിങ് ഫോർ മീ ടു ബി പ്രേസ്ഡ്, ഓർ ഇഫ് ദർ ഈസ് എനിത്തിങ് അബൌട്ട് വിച്ച് ഐ ക്യാൻ ബോസ്റ്റ് ഓഫ്, ഇറ്റ് ഈസ് അബൌട്ട് the cross of my Savior, Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. എല്ലാ നേതാക്കന്മാരുടെയും മരണം ആ പ്രസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടമാണ്. ഏത് പ്രസ്ഥാനമെടുത്താലും അതിൻ്റെ നേതാവിൻ്റെ മരണം, അതിൻ്റെ നേതാക്കളുടെ മരണം ആ പ്രസ്ഥാനത്തിന് ഒരു തീരാ നഷ്ടമാണ്. ബുദ്ധൻ്റെ മരണം ബുദ്ധമതത്തിനൊരു നഷ്ടമാണ്. മഹാവീരൻ്റെ മരണം ജൈനമതത്തിനൊരു നഷ്ടമാണ്. ഗുരുനാനാക്കിൻ്റെ മരണം സിഖ് മതത്തിനൊരു നഷ്ടമാണ്. നബി മുഹമ്മദ് നബിയുടെ മരണം ഇസ്ലാം മതത്തിനൊരു നഷ്ടമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ദൈവസഭയുടെ മുതൽക്കൂട്ടാണ്. മറ്റെല്ലാ നേതാക്കളുടെയും മരണം ആ പ്രസ്ഥാനത്തിന് ഒരു നഷ്ടമായി തീർന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തീയ സമൂഹത്തിന്, ദൈവവിശ്വാസത്തിന്, ദൈവസഭയുടെ മുതൽക്കൂട്ടാക്കി തീർത്തു. അവൻ മരിച്ചത് കൊണ്ട് അവൻ അടക്കപ്പെട്ടു, അവൻ അടക്കപ്പെട്ടത് കൊണ്ട് അവൻ ജീവിച്ചു, അവൻ അടക്കപ്പെട്ടത് കൊണ്ട് അവൻ പുനരുത്ഥാനം പ്രാപിച്ചു. അതുകൊണ്ടാണ് 1 തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു, അവൻ മരിച്ചടക്കപ്പെട്ടു, അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി പുനരുത്ഥാനം പ്രാപിച്ചു. അങ്ങനെ പുനരുത്ഥാനം പ്രാപിച്ച യേശു ക്രിസ്തു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവാണ് ദൈവസഭയുടെ മൂലക്കല്ല്. ജഡത്തിൽ വെളിപ്പെട്ട ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ട് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ട് തേജസ്സിൽ എടുക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് വാനമേഘങ്ങളെ ലാക്കാക്കി വീണ്ടും കടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തു, അവനാണ് ദൈവസഭയുടെ മൂലക്കല്ല്. അവൻ മരിച്ചത് കൊണ്ടാണ്, അവൻ ക്രൂശിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നത് കൊണ്ടാണ്
ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രശംസിപ്പാനുള്ളത്, നമുക്കെന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രമാണ്. ആ ഒരു സത്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിലൂടെ ദൈവസഭയ്ക്ക് നൽകുന്നത്. ഇന്നത്തെ നമ്മളുടെ കുറിവാക്യവും അത് തന്നെയാണ്. If there is anything to be proud of, if there is anything for which I can praise myself, it is about the cross of my Lord and Savior Jesus Christ. എബ്രായർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ ആ വേദഭാഗം 10 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ ആ വേദവാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സർവത്തിൻ്റെയും കാരണഭൂതനും സർവത്തിനും മൂലകാരണവുമായിരുന്ന സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളിലൂടെ കടത്തിവിട്ടത് അനേക സഹോദരന്മാരിൽ ആദ്യനായി തീരേണ്ടതിനും അനേക സഹോദരന്മാരെ നേടേണ്ടതിനും വേണ്ടിയായിരുന്നു. സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചത് അവനെ മരിക്കുവാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം അയച്ചത്. അതുകൊണ്ടാണ് എബ്രായർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ മരണമാസ്വദിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു, ഹി ചെറിഷ്ഡ് ഡെത്ത്, അവൻ മരണം ആസ്വദിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞത് റോമാക്കാരൊരു പക്ഷേ അതിന് കാരണമായിരിക്കാം, യൂദാസ് ഒരു പക്ഷേ അതിന് മുഖാന്തരമായിരിക്കാം, പെന്തിയോസും പീലാത്തോസും ഒക്കെയും അതിനൊരു പക്ഷേ കാരണഭൂതരായിരിക്കാം. എന്നാൽ അവനെ തകർത്ത് കളഞ്ഞത് സർവശക്തനായ ദൈവമാണ്. എന്തിനു വേണ്ടി സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ തകർത്ത് കളഞ്ഞു? നമ്മളുടെ ഓരോരുത്തരുടെയും മാനവജാതിയുടെയും വീണ്ടെടുപ്പിന് കാരണഭൂതനാകേണ്ടതിന് വേണ്ടി. അങ്ങനെ കാൽവറിയിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ ഓരോരുത്തരുടെയും നിത്യജീവന് കാരണഭൂതനായിത്തീരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം ഒരു പാപപരിഹാരയാഗമായിരുന്നു. സർവശക്തനായ ദൈവം തൻ്റെ ദാസനായ മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കേണ്ടതിന് 5 യാഗങ്ങൾ അവർക്ക് കൽപ്പിച്ചാക്കിയിരുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയാൽ, മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അകൃത്യം ചെയ്താൽ, മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊള്ളാഴ്ത്തവനായി തീർന്നാൽ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വീണ്ടും ബന്ധിപ്പിക്കാനായിട്ട്, അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാനായിട്ട്, ദൈവ സ്നേഹത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് 5 യാഗങ്ങൾ സർവശക്തനായ ദൈവം കൽപ്പിച്ചിരുന്നു. ഹോമയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, സമാധാനയാഗം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം ഈ 5 യാഗങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു. ഈ 5 യാഗങ്ങളുടെയും പൂർത്തീകരണമായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി പരമയാഗമായി തീർന്നു. ആടുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതെ ഇരുന്നപ്പോൾ കാലത്തിൻ്റെ തികവിങ്കൽ ഊനമില്ലാത്ത കുഞ്ഞാടായി, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. രക്തം കൂടാതെ വിമോചനമില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്കോരോരുത്തർക്കും വേണ്ടി ഊറ്റിത്തന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ സർവശക്തനായ ദൈവം ഈ 5 യാഗങ്ങളുടെയും പൂർത്തീകരണമായിട്ട് കാൽവറിയിൽ അവനെ പാപപരിഹാര യാഗമാക്കി തീർത്തപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവസാനത്തുള്ളി രക്തം വരെയും നമ്മളുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിന് മറുവിലയായി തീർന്നു. അങ്ങനെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താലത്രേ. അതാണ് ക്രൂശ് നമ്മളെ കാണിച്ചു തരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ സ്വന്തം വംശമായിരുന്ന യഹൂദന്മാർ 4 കാരണങ്ങൾ കൊണ്ടാണ് കൊല്ലുവാൻ ആഗ്രഹിച്ചത്. The 4 reasons by which the Jews want to crucify Jesus Christ.
യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ആ 4 കാരണങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, അവൻ ശബ്ബത്തിനെ മാനിക്കാതെ ഇരുന്നത് കൊണ്ട്. 2, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണ് താൻ എന്ന് പ്രസ്താവിച്ചത് കൊണ്ട്. 3, താനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞ് ദൈവത്തോട് തന്നെ സമനാക്കിയത് കൊണ്ട്. 4, അന്നത്തെ പ്രമാണികളായിരിക്കുന്ന പരീശന്മാരെയും ന്യായശാസ്ത്രിമാരെയും കുരുടന്മാരായ വഴികാട്ടികളെ, വെള്ളതേച്ച ശവക്കല്ലറുകളെ എന്ന് വിളിച്ച് അവരെ നിന്ദിച്ചത് കൊണ്ട്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് യഹൂദന്മാർ കർത്താവായ യേശുവിനെ കൊന്നു കളവാനായിട്ട്, തകർത്ത് കളവാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ അന്നത്തെ ഭരണാധികളായിരുന്ന റോമാക്കാര് these were the 4 religious reasons by which the Jews want to finish Jesus Christ. എന്നാൽ അന്നത്തെ ഭരണാധികളായിരുന്ന റോമൻ ഭരണാധികാരികൾ, കാരണം ഒരുവനെ ക്രൂശിൽ തറച്ച് കൊല്ലണമെങ്കിൽ അന്നത്തെ ഏറ്റവും നികൃഷ്ടമായ മരണരീതിയായിരിക്കുന്ന ക്രൂശിൽ തറച്ച് കൊല്ലണമെങ്കിൽ അവൻ ദേശദ്രോഹിയാണെന്നും കൈസർക്ക് വിരോധമായി സംസാരിച്ചവനാണെന്നും അവൻ ദേശത്തിന് കലഹമുണ്ടാക്കുന്നവനാണെന്നും സ്ഥാപിക്കേണ്ടതിനു വേണ്ടി അവർ കർത്താവായ യേശുവിൻ്റെ പേരിൽ 4 കുറ്റങ്ങൾ ആരോപിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഏത് 4 കാരണങ്ങൾ കൊണ്ട് റോമാക്കാർ കർത്താവായ യേശുവിനെ ക്രൂശിപ്പാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 4 കാരണങ്ങൾ. 1, കൈസർക്ക് കരം കൊടുക്കരുത് എന്നവൻ പറഞ്ഞു. ദേശത്ത് അവൻ കലഹമുണ്ടാക്കി. 3, ജാതികളെ അവൻ വിഘടിപ്പിച്ചു. 4-ാമത്തേത്, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു. These were the 4 reasons by which the Romans want to crucify Jesus Christ. ഈ ആദ്യത്തെ 4 കാര്യങ്ങളും, അതായത് അവരുടെ മതപ്രമാണിമാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 4 കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു ചെയ്തതാണ്. ശബ്ബത്തിനെ കർത്താവ് ആചരിച്ചില്ല. ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് തെറ്റല്ല എന്ന് കർത്താവ് വരെ പഠിപ്പിച്ചു. സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് താനെന്ന് കർത്താവ് പഠിപ്പിച്ചു. താനും പിതാവും ഒന്നാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അന്നത്തെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും അവരെ കുരുടന്മാരായ വഴികാട്ടികൾ, വെള്ളതേച്ച ശവക്കല്ലറുകൾ എന്ന് കർത്താവ് പഠിപ്പിച്ചു. എന്നാൽ ഈ റോമാക്കാർ ആരോപിച്ചിരിക്കുന്നതായിട്ടുള്ള 4 ആരോപണങ്ങളും കർത്താവിൻ്റെ മേൽ ആരോപിച്ചതല്ലാതെ അവർക്ക് തെളിയിപ്പാൻ കഴിഞ്ഞില്ല. കൈസർക്ക് കരം കൊടുക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചില്ല, കർത്താവ് കരം കൊടുക്കുകയാണ് ചെയ്തത്. 2, അവൻ ജാതികളെ തമ്മിൽ കലഹിപ്പിച്ചു. കർത്താവ് ആരെയും കലഹിപ്പിച്ചില്ല. അവൻ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയായിരുന്നു. അവൻ ആരെയും വിഘടിച്ചില്ല. വിഘടിച്ചിരിക്കുന്ന സകല മാനവജാതികളെയും അവൻ ഒന്നിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അവൻ ഈ ലോകത്തിൻ്റെതല്ല, വരുവാനുള്ള ലോകത്തിൻ്റെ നിത്യജീവന്റെ രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, രണ്ടാമത് പറഞ്ഞ 4 കാര്യങ്ങളും അവർക്ക് തെളിയിപ്പാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ജനത്തിൻ്റെ ആരവം കണക്കിലെടുത്തുകൊണ്ട് ജനത്തെ മാനിപ്പാനായിട്ട് പീലാത്തോസ് കർത്താവായ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ കർത്താവായ യേശുവിനെ ക്രൂശിപ്പാനായിട്ട് അന്നത്തെ ജനത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ബർബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്നുള്ള അവിടെ ആരവത്തിന് നിമിത്തമായിട്ട് കർത്താവായ യേശുവിനെ ക്രൂശിപ്പാനായിട്ട് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ കർത്താവായ യേശു ക്രൂശിൽ മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ പരമയാഗമായി തീർന്നു. അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ. കർത്താവായ യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും
ഒഴുകിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും തകർന്നടിഞ്ഞത് 5 മുറിവുകളിലൂടെയായിരുന്നു. അതാണ് കർത്താവായ യേശുവിൻ്റെ 5 തിരുമുറിവുകൾ. ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിപ്പാൻ പോകുന്ന വേദഭാഗം കർത്താവായ യേശുവിൻ്റെ 5 തിരുമുറിവുകൾ. നമ്മളുടെ കുറിവാക്യം അപ്രകാരം തന്നെ നിൽക്കട്ടെ. നമ്മൾ കുറിവാക്യത്തിലേക്ക് നമ്മൾ അവസാനം കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് കടന്നു വരും. എനിക്കോ നമ്മളെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ കിടക്കുന്ന കർത്താവായ യേശുവിൻ്റെ ആ മനോഹരമായ ചിത്രം കണ്ടിട്ടില്ലാത്ത ആരും ഇവിടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യൗവനയുക്തനായ സുന്ദരനും നല്ല ആരോഗ്യ ദൃഢഗാത്രനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ചിത്രം കാണാത്ത ആരുമില്ല. അതിനെക്കുറിച്ച് സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ സിനിമയും നമ്മൾ കണ്ടു കാണും. ആ സിനിമയിൽ അതുപോലെ തന്നെ എഴുതി വരയ്ക്കുന്നതായിട്ടുള്ള ചിത്രത്തിൽ കർത്താവായ യേശുവിൻ്റെ 2 കൈയും 2 സൈഡിലോട്ട് 2 വശത്തോട്ട് വെച്ച് അതിൽ നിന്ന് രക്തം ഒഴുകിപ്പോകുന്നത് നല്ല മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. കാലിലൂടെയും രക്തം ഒഴുകിപ്പോകുന്ന മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. അവൻ്റെ മാർവിടത്തിലൂടെയും വിലാപ്പുറത്ത് കുത്തി രക്തം ഒഴുകുന്നത് മനോഹരമായി വരച്ചിട്ടുണ്ട്. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുന്നതും വരച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതല്ല. എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുവിൻ്റെ 5 തിരുമുറിവുകൾ? ഈ തിരുമുറിവുകളുടെ അർത്ഥം, ഈ തിരുമുറിവുകളിലൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? കർത്താവ് അത് എപ്രകാരം നിവർത്തിച്ചു തന്നു? അതാണ് ഇന്ന് പകൽക്കാലത്ത് അടുത്ത ഒരു 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചിന്തിച്ചതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് അവസാനം നമ്മളുടെ കുറിവാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് കർത്താവായ യേശുവിൻ്റെ 5 തിരുമുറിവുകൾ. നമ്പർ 1, ആന്തരികമായ മുറിവ്, ദ ഇൻസൈഡ് വൂണ്ട്. നമ്പർ 2, ചാട്ടവാറിനാറുള്ള മുറിവ്, ദ വൂണ്ട്സ് ബിക്കോസ് ഓഫ് ദ സ്ട്രൈഫ്. 3, മുൾക്കിരീടത്തിനായുള്ള മുറിവ്, ദ വൂണ്ട്സ് ബിക്കോസ് ഓഫ് ദ ത്രോണി ക്രൗൺ. 4, ആണികളാൽ ഉള്ള മുറിവ്, ദ വൂണ്ട്സ് ബിക്കോസ് ഓഫ് ദ നെയിൽസ്. 5, വിലാപ്പുറത്ത് കുത്തിയിരിക്കുന്നതായിട്ടുള്ള കുന്തത്തിൻ്റെതായ മുറിവ്, ദ വൂണ്ട്സ് ബിക്കോസ് ഓഫ് ദ സ്പിയർ. കർത്താവായ യേശുവിൻ്റെ 5 തിരുമുറിവുകൾ. ആദ്യത്തേത് അകത്തെ ആന്തരികമായ മുറിവ്, 2, ചാട്ടവാറിനാലുള്ള മുറിവ്, 3, മുൾക്കിരീടത്തിനായുള്ള മുറിവ്, 4, ആണികളാലുള്ള മുറിവ്, 5, വിലാപ്പുറത്തെ കുന്തത്തിനായുള്ള മുറിവ്. ഈ 5 മുറിവുകളിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ പരമയാഗമായി തീർന്നത്. ഇനി നമുക്ക് ഈ മുറിവുകളിലേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം. ഈ മുറിവുകളുടെ സർവശക്തനായ ദൈവം അതിലൂടെ എന്ത് പദ്ധതിയാണ് നിർവഹിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്പർ 1, ആന്തരികമായ മുറിവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 43 44 വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സസ് 43 and 44. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആന്തരികമായ മുറിവിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ കാണാതെ പോയ ഗോത്രത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു 3.5 വർഷം ജീവൻ്റെ വചനം അവരോട് പ്രസ്താവിച്ചു, നിത്യജീവൻ്റെ വഴികളെ അവരോട് പ്രസ്താവിച്ചു.
എന്നാൽ കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കാറായി കഴിഞ്ഞപ്പോഴും അനേക പ്രിയപ്പെട്ടവർ ഈ കർത്താവിനെ അംഗീകരിച്ചില്ല, ജീവൻ്റെ വചനം അംഗീകരിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ വന്നവളെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ അങ്കി ചുമന്നിരിക്കുന്നത് എന്ത്, നിന്റെ വസ്ത്രം ആയിരിക്കുന്നത് എന്ത്, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല, എൻ്റെ വസ്ത്രമൊക്കെയും രക്തം കൊണ്ട് കരഞ്ഞിരിക്കുന്നു. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സർവ്വകർത്താവായ യേശു ക്രിസ്തു അവൻ ഉള്ളിൽ ഞരങ്ങി അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളതായിരിക്കുന്ന രക്തം പുറത്തു വന്നു. രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുറിവ്. ഇന്ന് എന്നെ കേൾക്കുന്നതിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, പ്രിയ സഹോദരി സഹോദര, നിനക്ക് വേണ്ടി ഇന്നും എൻ്റെ കർത്താവ് ആന്തരികമായി മുറിവേറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം അവനെ സ്നേഹിച്ചതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ നാം പാപികളായിരിക്കുമ്പോൾ, നാം ദോഷികളായിരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സർവശക്തനായ ദൈവം നമ്മളെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ മറുവിലയാക്കി തീർത്തു. അവൻ രക്തത്തിൻ്റെ മറുവിലയാണ് ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും. നമ്മെ വീണ്ടെടുപ്പാനായി, നമ്മെ രക്ഷിപ്പാനായി, നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാനായി, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തോട് അകന്നിരിക്കുമ്പോൾ തന്നെ, സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചൊരിഞ്ഞു തന്നു. നമ്മളെ രക്ഷിപ്പാനായി, നമ്മളെ വീണ്ടെടുപ്പാനായി നമുക്ക് വേണ്ടി നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു, നാം കർത്താവിനെ സ്നേഹിക്കുന്നതിന് മുമ്പേ അവൻ്റെ രക്തം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഊറ്റിത്തന്നു. ആ ആന്തരികമായ മുറിവ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചൊരിഞ്ഞ വീണ്ടെടുപ്പിൻ്റെ മറുവിലയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മറുവിലയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആന്തരികമായ രക്തത്തിൻ്റെ വിലയാണ് ഇന്നിവിടെ ഇരിക്കുന്നതും ഈ ലോകത്തിലുള്ളതായ സകല വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ. ആ വിലയേറിയ രക്തത്തിനായി എൻ്റെ കർത്താവ് ആന്തരികമായി മുറിവേറ്റു. ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ മുറിവേറ്റതിനേക്കാൾ അവന് പ്രയാസം അവൻ്റെ ആന്തരികമായ മുറിവായിരുന്നു. ആ മുറിവിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ മുറിവ് ചാട്ടവാറിനാലുള്ള മുറിവ്. വായിക്കാം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ 27 വേഴ്സ് 26. അവനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവനെ ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. ചാട്ടവാറിനാലുള്ള മുറിവ്. കർത്താവായ യേശുവിനെ എത്ര പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് അടിച്ചെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യെശയ്യാവ് 53-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 5 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഓരോരുത്തരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിഞ്ഞ് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മളുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അവൻ പ്രാണയാഗമായി തീർന്നു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ അവൻ എത്ര അടി കൊണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ചാട്ടവാർ എത്ര പ്രാവശ്യം അവൻ്റെ മേലെ ഒഴിവ് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവൻ നമുക്കോരോരുത്തർക്കും വേണ്ടി അവൻ ചാട്ടവാറിനാൽ അടികൊണ്ടു. അവൻ്റെ പുറം ഉഴവുചാൽ പോലെ കീറി. എന്തുകൊണ്ടാണ് എത്ര ചാട്ടവാർ കൊണ്ട് അടി എന്ന് ഏറ്റിട്ടില്ല? ലോകത്തിലുള്ള സകല പാപികൾക്കും, എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ കഠിന പാപിയാണെങ്കിലും, ഏത് നികൃഷ്ടനും
എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മതിയായതാണ്. നമ്മെ വീണ്ടെടുപ്പാനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മതിയായതാണ്. എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടില്ല. വരുവിൻ, നമ്മൾ വാദിക്കാം. നമ്മളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിപ്പാൻ ശക്തിയുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മുറിവ്. നമ്മളുടെ ആകൃത്യങ്ങൾ കർത്താവ് കണക്കിട്ടിട്ടില്ല. ചാക്കോ വർഗീസ് ഇച്ചിരി ആകൃത്യം കൂടിയവനാണെന്നോ ബിനു പിലിപ്പിച്ചിട്ട് ആകൃത്യം കുറഞ്ഞവനാണെന്നോ നമ്മളുടെ ആരുടെയും ആകൃത്യത്തിൻ്റെ കണവ് കർത്താവ് എടുത്തിട്ടില്ല. നമ്മളുടെ സകല പാപങ്ങൾക്കും വേണ്ടി അവൻ്റെ കാൽവറിയിലെ രക്തം മതിയായതായിരുന്നു. രണ്ടാമത്തെ മുറിവാണ് നീതീകരണത്തിനായുള്ള മുറിവ്. ആദ്യത്തെ മുറിവ് നമ്മളുടെ വീണ്ടെടുപ്പിനായുള്ള മുറിവ്. രണ്ടാമത്തെ മുറിവ് നമ്മളുടെ നീതീകരണത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ മൂന്നാമത്തെ മുറിവ് മുൾക്കിരീടത്താലുള്ള മുറിവാണ്. ഇന്നലത്തെ മലയാള മനോരമ വായിച്ചവരുണ്ടോ? അതിൻ്റെ 7-ാമത്തെ പേജിൽ ഒരു നോർത്തർഡാം സുമസൃഷ്ട വായിച്ചിട്ടുണ്ട്. നോർത്തർഡാം കത്തീഡ്രൽ കർത്താവായ യേശു ക്രൂശിച്ച സമയത്ത് ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ പൊൻകിരീടം അവിടെ കാഴ്ച വസ്തുവായിട്ട് വെച്ചിട്ടുണ്ട്. തിരുമുടി എന്നാണ് അതിന് പേര്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, എൻ്റെ കർത്താവിൻ്റെ തലയിൽ വെച്ചിരുന്നത് പൊൻകിരീടവുമല്ല, തിരുമുടിയുമല്ല, 33 മുള്ളുകളുള്ള ഒരു ശാപത്തിൻ്റേതായിരിക്കുന്ന മുൾമുടിയായിരുന്നു. വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ 27 വേഴ്സസ് 27 to 30. മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലത് കൈ ആ കിരീടം വെച്ച് അവൻ്റെ തലയിൽ വെച്ചിട്ട് അതിനെ കമ്പുകൊണ്ട് അടിച്ചു. ഒരു കിരീടം അവൻ്റെ കൊടുത്തു. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശുവിനെ ക്രൂശിക്കുമ്പോൾ അവന് 33 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ മുൾ കിരീടത്തിന് 33 മുള്ളുകൾ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ മുള്ളുകൾ വന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ശാപമായി ഭൂമിയിൽ മുള്ളും പറക്കാരെയും ഉത്ഭവിച്ചു. ആ ശാപത്തിൻ്റെ മുള്ള്, ആ പറക്കാര, അതാണ് കർത്താവായ യേശുവിൻ്റെ തലയിൽ വെച്ചത്. ശാപത്തിൻ്റെ മുള്ള്. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ മുളച്ചു വന്ന മുള്ളും പറക്കാരെയും ആ ശാപത്തിൻ്റേതായിരിക്കുന്ന മുള്ള് എൻ്റെ കർത്താവിൻ്റെ തലയിൽ വെച്ചു. മൂന്നാമത്തെ മുറിവാണ് ശാപത്തിൻ്റെ വീണ്ടെടുപ്പിനായുള്ള മുറിവ്. വേദപുസ്തകത്തിൽ ശാപമുണ്ടോ? വേദപുസ്തകത്തിൽ ശാപമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വരെ ശാപമുണ്ട്. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒഴിച്ച് എല്ലായിടത്തും ശാപമുണ്ട്. സദൃശവാക്യങ്ങൾ 26-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കുരുകിൽ പാറിപ്പോകുന്നതും മീവൽപക്ഷി പറഞ്ഞു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ശാപം കാരണമുണ്ടെങ്കിൽ പറ്റും. എന്നാൽ ശാപം മുറിക്കാൻ ദൈവം ആരെയും ആക്കിയിട്ടില്ല. ശാപം മനുഷ്യൻ്റെ ശാപത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എൻ്റെ കർത്താവിൻ്റെ മൂന്നാമത്തെ തിരുമുറിവ് മാനവരാശിയുടെ ശാപത്തിനു വേണ്ടി തന്നെത്താൻ മറുവിലയായി തീർന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലയിലെ മുൾക്കിരീടമായിരുന്നു. ആ തലയിലെ മുൾക്കിരീടത്തിലൂടെ മാനവരാശിയുടെ ശാപത്തിന് മറുവിലയായി
ക്രിസ്തുവേശുവുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നുള്ള ദൈവവചനത്തിൻ്റെ നിവൃത്തീകരണമായി ശാപത്തിൻ്റെ മുൾമുടി ഏറ്റുകൊണ്ട് അവൻ്റെ മൂന്നാമത്തെ തിരുമുറിവിലൂടെ അവൻ എനിക്ക് വേണ്ടി ശാപത്തിനെ പാപപരിഹാരയാഗമായി തീർന്നു. കർത്താവായ യേശുവിൻ്റെ മൂന്നാമത്തെ മുറിവ് ശാപത്തിൻ്റെ പാപപരിഹാര മുറിവ്. നാലാമത്തെ മുറിവ് നമ്മൾക്കൊക്കെയും സുപരിചിതമായിട്ടുള്ള ആണികളാലുള്ള മുറിവ്. 3 ആണികളാണ്, നീളത്തിലുള്ള 3 ആണികളാണ് കർത്താവിനെ ക്രൂശിപ്പാനായിട്ട് ഉപയോഗിച്ചത്. 2 ആണികൾ 2 കൈയിലും, 3-ാമത്തെ ആണി അവൻ്റെ കാൽപാദത്തിലും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുവിനെ ആ വേദഭാഗം വീട്ടിൽ പോയി വായിച്ചാൽ മതി. നമുക്കൊക്കെയും അറിയാം, ഈ മുറിവാണ് തുറക്കപ്പെട്ട മുറിവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷനായിട്ട് അവരുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നപോലെ നിങ്ങൾ എൻ്റെ കയ്യും വിലാപ്പുറവും കാണുവിൻ എന്ന് പറഞ്ഞു. കർത്താവ് അവരോട് ആദ്യം ഒന്ന് പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. തുറക്കപ്പെട്ട മുറിവ്. നമ്മൾക്ക് സമാധാനം നൽകുവാൻ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടെന്ന് നമ്മോട് പറഞ്ഞ് നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കാത്തു സൂക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി സംരക്ഷകനായിത്തീരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട മുറിവ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിലങ്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. 91-ാം സങ്കീർത്തനം 10 കുട്ടിച്ചാത്തന്മാരുടെ സങ്കീർത്തനമാണ്. എന്നാൽ ഈ 10 കുട്ടിച്ചാത്തലിൽ നിന്നും സർവശക്തനായ ദൈവം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽകീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുക്കരത്തിൽ എന്നെ കാത്തു സൂക്ഷിക്കും. സംരക്ഷണത്തിൻ്റെ മുറിവ്. ഇനി 5-ാമത്തെ ഒരു മുറിവുണ്ട്, അതാണ് വിലാപ്പുറത്തെ മുറിവ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 19:34. കർത്താവായ യേശു ക്രൂശിൽ തറച്ചു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ആ നിൽക്കുന്നതിൽ ഒരാൾ അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയ സമയത്ത് ആ മുറിവിലൂടെ രക്തവും വെള്ളവും കടന്നു വന്നു. അവൻ്റെ മാർവിലെ മുറിവ്, സ്നേഹത്തിൻ്റെ മുറിവ്. പെറ്റ തള്ളയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന, ലോകത്തിൽ ആര് മറന്നാലും മറക്കാത്ത, ആര് കൈവിട്ടാലും കൈവിടാത്ത നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറിലെ തുളയ്ക്കപ്പെട്ട സ്നേഹത്തിൻ്റെ മുറിവ്. ഈ 5 തിരുമുറിവുകളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ, കാൽവറിയിലെ യാഗത്തിലൂടെ സർവശക്തനായ ദൈവം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക്, അവൻ്റെ മക്കളും അവകാശികളുമാക്കി തീർന്നിരിക്കുന്ന ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ രക്ഷയ്ക്കായുള്ള മുറിവ്, എൻ്റെ നീതീകരിപ്പാനായിട്ടുള്ള മുറിവ്, എൻ്റെ ശാപത്തെ മാറ്റിക്കളയുവാനായിട്ടുള്ളൊരു മുറിവ്, എന്നെ ദൈവത്തോടടുപ്പിക്കുന്ന, എന്നെയും ദൈവത്തെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലിൻ്റെ മുറിവ്, അവൻ്റെ മാർവോടണയ്ക്കുന്ന നിത്യസ്നേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റേതായ മുറിവ്. ഇനി 5 മിനിറ്റൂടെ ഞാൻ എടുക്കത്തുള്ളൂ. കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന്, അതിന് പങ്കാളിയായി തീർന്ന, അതിന് ഭാഗഭാക്കായി തീർന്ന ഒരു കുടുംബത്തെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് ചാപ്റ്റർ 15:21. കർത്താവായ യേശു ക്രിസ്തു ക്രൂശും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന അലക്സാണ്ടറിൻ്റെയും രൂപാസിൻ്റെയും പിതാവായിരിക്കുന്ന ഒരു കുറേനക്കാരനായ ശിമോനെ കണ്ടു. അവനെ കർത്താവിൻ്റെ ക്രൂശ് ചുമപ്പാനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ കുറേനക്കാരനായ ശിമോൻ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് ചുമന്നു.
60 റാത്തൽ തൂക്കമുള്ള നീളമുള്ള ആ വലിയ മരക്കുരിശിൻ ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോഥായിലേക്ക് പോവുകയാണ്. ആ ക്രൂശിലൂടെ കർത്താവിൻ്റെ രക്തവും വിയർപ്പും ധാരധാരായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രൂശ് ചുമപ്പാനായിട്ട് അലക്സാണ്ടറിൻ്റെയും രൂപാസിൻ്റെയും പിതാവായ കുറേനക്കാരനായ ശിമോനെ അവർ തിരഞ്ഞെടുത്തു. വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനെ നിർബന്ധിച്ചു എന്നാണ്. എന്നാൽ ഈ ക്രൂശ് ചുമന്നപ്പോൾ ഈ ശിമോൻ മനസ്സോടെ ആ ക്രൂശ് ചുമന്നു. അങ്ങനെ മനസ്സോടെ ആ ക്രൂശ് ചുമന്ന് കുറേനക്കാരനായ ശിമോൻ കർത്താവിനെ ക്രൂശിക്കുന്ന കാൽവറി വരെയും ഈ ക്രൂശ് ചുമന്നുകൊണ്ട് ചെന്നു. ശിമോൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ വസ്ത്രം മുഴുവൻ കർത്താവിൻ്റെ രക്തവും വിയർപ്പും നിറഞ്ഞതായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ആ വസ്ത്രം കർത്താവിൻ്റെ തിരുരക്തം വിയർപ്പും കൊണ്ട് നിറഞ്ഞിരിക്കായിട്ടുള്ള ആ വസ്ത്രം അവൻ ഒരു നിധി പോലെ അവൻ്റെ വീട്ടിൽ കാത്തു സൂക്ഷിച്ച് കാണും. അവൻ്റെ മക്കളായിരിക്കുന്ന അലക്സാണ്ടറും രൂപാസും വന്ന് അപ്പനായ ശിമോനോട് ചോദിച്ചു കാണും, അപ്പ എന്താണ് ഇതെന്ന്. ശിമോൻ ആ സംഭവം വിവരിച്ച് കാണും. അവൻ്റെ ഭാര്യയോടെയും വിവരിച്ച് കാണും. അവർ ഒന്നിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചുമല് ചുമപ്പാനായിട്ട്, ക്രൂശ് ചുമപ്പാനായിട്ട് അവരുടെ ജീവിതത്തിൽ ലഭിച്ച ആ സൗഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റി കാണും. കർത്താവായ യേശുവിൻ്റെ കാൽവറിയിലെ മരണം AD 30 ഏപ്രിൽ മാസം 3 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. AD 30 ഏപ്രിൽ മാസം 3 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് ഏകദേശം 30 തലമുറ കഴിഞ്ഞു. 30 വർഷം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനം എഴുതുകയാണ്. ആ ലേഖനത്തിൽ അതിശ്രേഷ്ഠമായി ഒരു കുടുംബത്തെ പ്രതിപാദിച്ചിരിക്കുകയാണ്. റോമാലേഖനം 16 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവിൽ പ്രശസ്തനായ അലക്സാണ്ടറിൻ്റെയും രൂപാസിനെയും അവൻ്റെ അമ്മയെയും എൻ്റെ വന്ദനം അറിയിപ്പീൻ. കർത്താവിൽ പ്രശസ്തനായ അലക്സാണ്ടറിനെയും രൂപാസിനെയും അവൻ്റെ അമ്മയായ എൻ്റെ അമ്മയെയും വന്ദനം അറിയിപ്പീൻ. ഈ അലക്സാണ്ടറാണ് അരിമത്യക്കാരനായ ജോസഫിന് ശേഷം യഹൂദന്മാരുടെ മധ്യത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് ഏറ്റവും പ്രശസ്തനായി തീർന്ന ഇന്നത്തെ മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച അലക്സാണ്ടർ. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരും പത്രോസിൻ്റെ നേതൃത്വത്തിൽ കർത്താവും തന്നെ 12 ശിഷ്യന്മാരും ഏഷ്യ മൈനറിൽ തങ്ങളുടെ ജീവന്റെ വചനം പ്രസ്താവിച്ചു. ജാതികളുടെ അപ്പോസ്തലനായിട്ട് സർവശക്തനായ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ എടുത്തുപയോഗിച്ചു. അങ്ങനെ യൂറോപ്പിലെ മിഷണറി പ്രവർത്തനം നടന്നു. ആഫ്രിക്കയിൽ ആദ്യ ഫലമായി എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായിരിക്കുന്ന ഭണ്ഡാര വിചാരകനെ ദൈവം സ്നാനപ്പെടുത്തി. ആഫ്രിക്കയിലെ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് നേതൃത്വം കൊടുത്തത് ഈ കുറേനക്കാരനായ ശീമോൻ്റെ മകൻ രൂഫാസാണ്. ഈ അലക്സാണ്ടറും രൂഫാസും തങ്ങളുടെ ഔദ്യോഗിക പേരെഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കുരിശി ചുമന്ന കുറേനക്കാരനായ ശീമോൻ്റെ മകൻ അലക്സാണ്ടർ, കുരിശി ചുമന്ന കുറേനക്കാരനായ ശീമോൻ്റെ മകൻ രൂഫാസ്. If there is anything to be praised, if there is anything about which I can be worthy of, if there is anything about which I can boast of, it is about the cross of my Lord and Savior, Jesus Christ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 6 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കുറിവാക്യം എഴുതിയിരിക്കുന്നു, എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമുക്ക് അതിമനോഹരമായ ആ പാട്ടിൻ്റെ 2 ചരണങ്ങളൊന്ന് പാടാം. പ്രിയ വിനു ബ്രദറെ, എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും.